أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മുടെ ഒരുമിച്ചുകൂടൽ, നമ്മുടെ എന്ന് പറഞ്ഞാൽ ബാപ്പാൻ്റെയും മക്കളുടെയും പേരക്കുട്ടികളുടെയും, അല്ലാഹു തആല ചെയ്തൊരു വലിയൊരു സൗഭാഗ്യം. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. നമുക്ക് അല്ലാഹു തആല ഓശാരമായിട്ട് തന്ന ഈ മർക്കസിൽ, ഈ സെൻറ്ററിൽ, ഈ ജൗഹറുൽ ഹുദ ഇസ്ലാമിക് സെൻറ്ററിൽ സന്തോഷത്തോടെ ഇരുന്ന് നമുക്ക് ദീനിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഇതൊരു മഹാസൗഭാഗ്യം. എത്ര തന്നെ ശുക്ർ ചെയ്താലും മതിയാകാത്ത, ഒരിക്കലും തീരാത്ത, ജീവിതം മുഴുവനും ശുക്ർ ചെയ്താലും മതിയാവാത്തൊരനുഗ്രഹം. ഇന്നത്തെ ദിവസം ഈ അറഫ ദിവസം, ഇന്ന് ഹാജിമാരെല്ലാം അറഫയിൽ ഈ സമയം കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ഏതാണ്ട് 7 മണി, 7:30 മണി, 7:30 എന്ന് പറഞ്ഞാൽ 5 മണി. തമ്പുകളിൽ നിന്നെല്ലാം പുറത്തിറങ്ങി വെയിലത്ത് നിന്ന് കൈ ആകാശത്തിലേക്ക് ഉയർത്തി ഹാജിമാരും ഹജ്ജുമ്മമാരും നിലവിളിച്ച് കരഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ഈ സമയത്ത് നമുക്ക് ഉപ്പാക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഇങ്ങനെ കൂടി അതൊന്ന് ഓർമ്മിക്കാനും അതൊന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനും അവരോടൊപ്പം റൂഹിയായൊരു ബന്ധം ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞതിൽ ഇതിനു മുമ്പൊന്നും ഇത്തരം ഒരു സന്ദർഭം അല്ലാഹു നമുക്കുണ്ടാക്കി തന്നിട്ടില്ല. ഇതൊരു വലിയൊരു സൗഭാഗ്യമായിട്ട് നാം കാണുന്നു. അതെ, ഷഹാദത്തിൻ്റെ ഭാഗമാണ് ഹജ്ജ്. അള്ളാഹുവിൻ്റെ നൽകിയ കരാറ് പൂർത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് അള്ളാഹു അടിമകളിൽ നിന്ന് നോക്കിക്കാണുകയാണ്. അള്ളാഹുവിന് നൽകിയ കരാറ് പൂർത്തിയാക്കാൻ
ഏതാണ്ട് 17-18 ലക്ഷത്തോളം വരുന്ന ഹാജിമാരാണ് ഇപ്പോൾ അറഫയിലുള്ളത്. എല്ലാവരും ഈ സമയത്ത്, ഇന്ന് ഈ വ്യാഴാഴ്ച നമുക്ക് ഈ മഗ്രിബിൻ്റെ സമയം അവിടെ ഏതാണ്ട് ഒരു 5 മണി 4:30 മണിയായിട്ടാണ് ഇപ്പോൾ ദുആയുടെ മുഹൂർത്തത്തിലാണ് ഇപ്പോൾ ഉണ്ടാകുക ഹാജിമാരെല്ലാം. അള്ളാഹുവിന് നൽകിയ ഉറപ്പ് പാലിക്കാൻ, ഞങ്ങൾ നിൻ്റെ അടിമകളാണ് അള്ളാഹുവേ, നീയല്ലാതെ വേറെ ആരുമില്ല ഞങ്ങൾക്ക് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞവർ അതങ്ങനെ തന്നെയാണ് എന്ന് പ്രവർത്തിച്ച് തെളിയിക്കുകയാണിപ്പോൾ. ഇന്നലെ രാവിലെ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഇഹ്റാമിൽ പ്രവേശിച്ചു ഹാജിമാരും ഹജ്ജുമ്മമാരും. മക്കായിലാണ് എല്ലാവരും ഉള്ളത്, അല്ലെങ്കിൽ അസീസിയയിൽ, അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ അവരവരുടെ വീടുകളിൽ നിന്നാണ് ഇഹ്റാം ചെയ്യുക. അതെ, പുരുഷന്മാർ കുളിച്ചൊരുങ്ങി സുഗന്ധമെല്ലാം പൂശി ഇഹ്റാമിൻ്റെ വസ്ത്രമായ ഒരു തുണി ഉടുത്ത് ഒരു തുണി പുതച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് എല്ലാം. എങ്ങോട്ടാണ് നിങ്ങളുടെ യാത്ര? അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് അടിമകളുടെ മറുപടി അറഫയുടെ മൈതാനത്തേക്ക്. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയുടെ മൈതാനത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, നീ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക്, നീ അല്ലാതെ വേറെ ആര്, ഒരു ശക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു വസ്തു, ഒരു മലക്ക്, ഒരു ജിന്ന്, ഒരു ഷെയ്ഖ്, അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു ദീനാറ്, ഒരു ദിർഹം, ഇതൊന്നും ഞങ്ങൾക്ക് ലക്ഷ്യമല്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, എല്ലാം നിനക്ക് അത് അവകാശപ്പെട്ടതാണ്. അധികാരം നിനക്ക് അവകാശപ്പെട്ടതാണ്. സകലാനുഗ്രഹങ്ങളും നിനക്ക് അവകാശപ്പെട്ടതാണ്. സകല സ്തോത്രങ്ങളും നിനക്ക് അവകാശപ്പെട്ടതാണ്. സകല കീർത്തനങ്ങളും നിനക്ക് അവകാശപ്പെട്ടതാണ്. ലാ ശരീക ലക്, നീയല്ലാതെ വേറെ ആർക്കും അതിൽ പങ്കില്ല. ഒരു നബിക്ക് പങ്കില്ല, ഒരു റസൂലിന് പങ്കില്ല, ഒരു വലിയനോ ഷെയ്ഖിനോ പങ്കില്ല, ഒരു മലക്കിനോ ജിന്നിനോ പങ്കില്ല. ലാ ശരീക ലക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക്, എല്ലാം നിനക്ക് മാത്രം. ഞങ്ങളിതാ പുറപ്പെട്ടിരിക്കുന്നു, ഞങ്ങളത് ജീവിച്ച് തെളിയിക്കും. ഞങ്ങൾ വന്ന ഉടനെ കഅബാലയത്തിൻ്റെ ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്നുകൊണ്ട് നിനക്കൊരു ഉറപ്പ് വന്നിട്ടുണ്ട്. ഓരോ ഹാജിമാരും, 18 ലക്ഷം ഹാജിമാരും കഅബാലയത്തിൻ്റെ ഒരു മൂലയായ ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്ന് ആ ഹജറുൽ അസ്വദിൻ്റെ നേരെ 2 കൈകൾ നിവർത്തിപ്പിടിച്ച് അള്ളാഹുവിന് നൽകിയൊരു കരാറുണ്ട്. അല്ലാഹുമ്മ ഈമാനം ബിക്, അള്ളാഹുവെ നിന്നെ മാത്രം അംഗീകരിച്ചു വന്നിരിക്കുകയാണ് ഞാൻ. തവാഫ് തുടങ്ങുന്ന സന്ദർഭത്തിൽ അടിമക്ക് പറയാനുള്ളത് അതാണ് അള്ളാഹുവിനോട്. എത്ര കൊല്ലം, എത്ര വർഷത്തെ ഒരുക്കമായിരിക്കും ഈ യാത്രക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടാകുക? എത്ര വർഷമായിരിക്കും അതിനു വേണ്ടി പണം സ്വരൂപിച്ചിട്ടുണ്ടാകുക? എത്രയെത്ര ദുആകളായിരിക്കും ഒന്ന് അവിടെ എത്താൻ വേണ്ടി ചെയ്തിട്ടുണ്ടാകുക? ആ സൗഭാഗ്യം ലഭിച്ച ഏതാണ്ട് 10-18 ലക്ഷം ഹാജിമാർ ഘട്ടം ഘട്ടമായി ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്നുകൊണ്ട് 2 കൈയും ഉയർത്തിപ്പിടിച്ച് പറയുന്ന വാക്കാണ് അല്ലാഹുമ്മ ഈമാനം ബിക്. നിന്നെ പൂർണ്ണമായി അംഗീകരിച്ച് വന്നിരിക്കുകയാണ് അള്ളാഹുവേ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി അംഗീകരിച്ച് സമ്മതിച്ചു വന്നിരിക്കുകയാണ്. നീയല്ലാത്തൊരു വ്യക്തി, നീയല്ലാത്തൊരു ശക്തി, നീയല്ലാത്തൊരു ഷെയ്ഖ്, വലിയ ആരെയും ഞാൻ സമീപിക്കുന്നവനല്ല. ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ ആരെയും സമീപിച്ചുകൊണ്ടുമല്ല. ഞാനൊരു വലിയനെ സമീപിച്ചിട്ടോ ഷെയ്ഖിനെ സമീപിച്ചിട്ടോ ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന തങ്ങളെ സമീപിച്ചിട്ടോ മരിച്ചുപോയ തങ്ങളെ സമീപിച്ചിട്ടോ തങ്ങളെ ഞാനിങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വന്നവനല്ല അള്ളാഹുവേ. നിന്നെ മാത്രം ആശ്രയിച്ച് വന്നവനാണ് ഞാൻ. അല്ലാഹുമ്മ ഈമാനം ബിക്. ഹജറുൽ അസ്വദിനെ സാക്ഷിയാക്കി, ആ പരിശുദ്ധ ഭവനത്തെ സാക്ഷിയാക്കി
ഹാജിമാരും ഹജ്ജുമ്മമാരും അള്ളാഹുവിനോട് പറഞ്ഞ വാക്കാണത്. അങ്ങനെ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥതയില്ലാത്ത വാക്ക്, മനസ്സിനെ ചതിച്ചുകൊണ്ടുള്ള വാക്ക്. സകല ജാറങ്ങളിലും കയറി ഇറങ്ങി, സകല ശൈഖുകളെടുത്തും പോയിട്ട് പൊരുത്തം വാങ്ങി, സകല ബീബി ബാബം ബാമനെയും കണ്ട് എല്ലാവരിടത്തും പോയി പ്രതിഷ്ഠിതം ചെയ്ത് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് തങ്ങളെ കാത്തേക്കണേ എന്നും പറഞ്ഞ് പുറപ്പെട്ടിരിക്കുന്ന ഹാജി ഹജ്ജുമ്മ കഅബാലയത്തിൽ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്നുകൊണ്ട് അള്ളാഹ്ക്ക് കൊടുക്കുന്ന വാക്ക് അല്ലാഹുമ്മ ഈമാനം ബിക്, ഞാൻ ഈ വന്നിരിക്കുന്നത് നിന്നെ മാത്രം അംഗീകരിച്ചുകൊണ്ടാണ്. എന്താണ് ഈമാൻ? അത്തസ്ദീഖു ബിൽ ഖൽബ് വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ അമലു ബിൽ അർക്കാൻ. അതാണ് ഈമാൻ. അല്ലാഹുമ്മ ഈമാനം ബിക എന്ന് ആരോ വിളിച്ചു പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്ന വാക്കല്ല അത്, ആത്മാർത്ഥമായി പറയേണ്ട വാക്കാണ്. അല്ലാഹുമ്മ ഈമാനം ബിക് എന്ന് വെച്ചാൽ നിന്നെ പൂർണ്ണമായും ഹൃദയത്തിൽ സത്യമാക്കിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ മാത്രമേ ഉള്ളൂ എന്ന് നാവ് കൊണ്ട് പ്രസ്താവിച്ചുകൊണ്ടുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ എൻ്റെ അവയവങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി മാത്രമായിരുന്നു. നീ അല്ലാത്ത വേറെ ആരിലേക്കും എൻ്റെ മനസ്സോ എൻ്റെ നാവോ എൻ്റെ കൽബോ തിരിഞ്ഞിട്ടില്ല. അതാണ് അല്ലാഹുമ്മ ഈമാനം ബിക്. രണ്ടാമത് പറയുന്നത് വതസ്ദീഖൻ ബി കിതാബിക്, നിന്റെ പരിശുദ്ധ ഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നെഞ്ചത്ത് കൈവച്ചിട്ട് ഹാജിമാരും ഹജ്ജുമ്മമാരും ചോദിക്കണം, ആ പരിശുദ്ധ ഗ്രന്ഥത്തോട് വല്ല നീതിയും പുലർത്തിയിട്ട് തന്നെയാണോ ഇതുവരെ ജീവിച്ചതും ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നതും? ആ പരിശുദ്ധ ഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ തെളിയിച്ചുകൊണ്ട് തന്നെയാണോ എന്ന് ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്ന് ഇത് പറയുമ്പോൾ നെഞ്ചത്ത് കൈവച്ചിട്ട് ഓരോ ഹാജിയും ഹജ്ജുമ്മയും ചിന്തിക്കണം. മൂന്നാമതായിട്ട് പറയുന്ന വാക്ക് വഫാഅൻ ബി അഹദിക്, നിനക്ക് തന്ന കരാറ് പൂർത്തിയാക്കിക്കൊണ്ടാണ് അല്ലാഹുവേ ഞാൻ ഈ വന്നിരിക്കുന്നത്. എന്തെല്ലാം കരാറുകളാണോ നിനക്ക് ഞാൻ തന്നിരിക്കുന്നത്, ആ കരാറുകളെല്ലാം ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആണോ? ഒന്നാമത്തെ കരാറ് ഷഹാദത്താണ്. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണെന്ന് നിനക്ക് ഞാൻ ഉറപ്പു തരുന്നു, കരാറ് തരുന്നു. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും നീയല്ലാത്തൊരു ശക്തിയെയോ വ്യക്തിയെയോ വലിയനെയോ ശൈഖിനെയോ ജിന്നിനെയോ മലക്കിനെയോ ഒരർത്ഥത്തിലും സമീപിക്കുന്ന പ്രശ്നമില്ല. അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണെന്ന് നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു. അതല്ലേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാന. ആ ഉറപ്പ് പാലിച്ചിട്ട് തന്നെയാണോ ഹാജിമാരും ഹജ്ജുമ്മമാരും ആ പരിശുദ്ധ ഭവനത്തിൻ്റെ മുമ്പിൽ ഹജറുൽ അസ്വദിൻ്റെ മുമ്പിൽ നേരെ കൈമുയർത്തിക്കൊണ്ട് വഫാഅൻ ബി അഹദിക എന്ന് പറഞ്ഞത്? ഒന്ന് മനസ്സിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കണം. രണ്ടാമതായിട്ട് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, കഅബാലയത്തിന്റെ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്നുകൊണ്ട് അള്ളാഹ്ക്ക് കൊടുത്ത കരാറ് പാലിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മുഹമ്മദ് ഈ റിസാലത്തിന് നൽകിയ ഷഹാദത്ത് എത്രത്തോളം പാലിച്ചിട്ടുണ്ട് എന്ന് ഹാജിയും ഹജ്ജുമ്മമാരും ഓർക്കണം. വഅശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണെന്ന് ഞാൻ ഉറപ്പു തരുന്നു. അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്താണ് മാന? ഐ ലാ മഅബൂദ ബിഹഖ്ഇൻ ലാ മത്ബൂഅ ബിഹഖ്ഇൻ ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്ത് പ്രവൃത്തി, എൻ്റെ ജീവിതം മുഴുവനും അത് ദുനിയാവോ ദീനോ ആഖിറമോ ഏതു തന്നെയായിരുന്നാലും നീ അയച്ചു തന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാനെ അനുകരിച്ചുകൊണ്ട് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു എന്നാണ് രണ്ടാം ഷഹാദന്റെ മാന. ആണോ? മുഹമ്മദ് നബി അല്ലാത്ത എത്ര ഷെയ്ഖുകൾ, മുഹമ്മദ് നബി അല്ലാത്ത എത്ര ഉസ്താദുമാർ, മുഹമ്മദ് നബി അല്ലാത്ത എത്ര തങ്ങന്മാർ, എത്ര ഇമാമുകൾ, മുഹമ്മദ് നബി അല്ലാത്ത എത്ര വലിയ മഹാന്മാരെന്ന് പറയുന്നവർ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും ഈ പറയപ്പെടുന്നവരെന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിച്ചു കൊടുക്കുകയും അതനുസരിച്ച് തങ്ങളെ ആളാണ് ഞാനെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സകല പ്രവൃത്തികളും പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്തിട്ട് സകല ജാറങ്ങളിലും കയറി ഇറങ്ങി, സകല ജഹീർമാലിലും കയറി ഇറങ്ങി, നൂറെ ഹബീബിലും അജ്മീറെ ഹബീബിലും അതേപോലെ തന്നെ മറ്റ് സകല സ്ഥലത്തും കയറി ഇറങ്ങി നിങ്ങളാണ് രക്ഷ, നിങ്ങളാണ് രക്ഷകൻ, നിങ്ങളാണ് എന്നെ സഹായിക്കേണ്ടത്, ഞാൻ മക്കത്തേക്ക് പോവുകയാണ്, തങ്ങളെ എൻ്റെ കാര്യം നോക്കിക്കൊള്ളണം എന്നും പറഞ്ഞ് കഅബാലയത്തിൻ്റെ മുമ്പിൽ ഹജറുൽ അസ്വദിൻ്റെ മുമ്പിൽ കയ്യും നീട്ടി
അള്ളാഹുവിനോട് പറയുകയാണ് വഫാഅൻ ബിഅഹദിക്, നിനക്ക് തന്ന കരാറ് പൂർത്തിയാക്കിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. ഓരോ ഹാജിയും ഹജ്ജുമ്മയും 18 ലക്ഷത്തോളം വരുന്ന ഹാജിയും ഹജ്ജുമ്മയും, പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ നിന്ന് പോയ ഹാജിമാരും ഹജ്ജുമ്മമാരും നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, കരാറ് പൂർത്തിയാക്കിയിട്ട് തന്നെയാണോ വന്നിട്ട് ഇവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചത് എന്ന്. നാലാമതായിട്ട് വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബിൻ്റെ സുന്നത്തിനെ പൂർണ്ണമായി അനുകരിച്ചുകൊണ്ട്, അനുസരിച്ചുകൊണ്ടല്ല അനുകരിച്ചുകൊണ്ട്. ഇത്തിബാഅൻ, ഇതാഅത്തൻ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, മുതീഅൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇത്തിബാഅൻ ലിസുന്നത്തി നബി. ഇതാഅത്ത് വേറെ, ഇത്തിബാ വേറെ നാം പലപ്പോഴും പറയാറുണ്ട്. ഇതാഅത്ത് അനുസരണമാണ്, ഇത്തിബാ അനുകരണമാണ്. അനുസരണം നിയമത്തെയാണ്, അനുകരണം മുഹമ്മദ് നബിയെയാണ്. അനുകരണം മുഹമ്മദ് നബിയെയാണ്, അനുസരണം അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെയും തീരുമാനങ്ങളെയും നിയമങ്ങളെയുമാണ് അനുസരിക്കേണ്ടത്. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. അതേസമയത്ത് ഇത്തിബാഇൻ്റെ അടുത്ത് വന്നപ്പോൾ വത്തബിഉർ റസൂൽ എന്നേ ഉള്ളൂ, അള്ളാഹിനെ അനുകരിക്കലില്ല, റസൂലിനെ അനുകരിക്കലുള്ളൂ. ആ രീതിയിൽ അനുകരണത്തിൻ്റെ വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇതാഅത്തൻ ലിനബിയിക അല്ലെങ്കിൽ മുതീഅൻ ലിനബിയിക എന്ന് പറഞ്ഞിട്ടല്ല ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്ന് കൈ ഉയർത്തിയത്, ഇത്തിബാഅൻ ലിനബിയിക എന്ന് പറഞ്ഞിട്ടാണ്. അല്ലേ, ഓരോ ഹാജിയും ഹജ്ജുമ്മയും ദൈനംദിന ജീവിതത്തിൽ നാട്ടിലുള്ള സന്ദർഭത്തിൽ എത്രത്തോളം ആ പ്രിയപ്പെട്ട പ്രവാചകനെ അനുകരിച്ചിട്ടുണ്ട്. അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ എത്രത്തോളം വ്യക്തി ജീവിതം മുതൽ സ്വകാര്യ ജീവിതം മുതൽ പരസ്യ ജീവിതം മുതൽ മുആമലാത്ത് കച്ചവട കാര്യങ്ങൾ മുതൽ മുആശറാത്ത് ബന്ധങ്ങൾ മുതൽ മുആബദാത്ത് ഇബാദത്തിൻ്റെ കാര്യങ്ങൾ മുതൽ എത്രത്തോളം ആ പ്രിയപ്പെട്ട പ്രവാചകനെ കൃത്യമായി അനുകരിച്ചിട്ടുണ്ട് എന്ന് നെഞ്ചത്ത് കൈവച്ച് ചോദിച്ചിട്ട് വേണം ആ പരിശുദ്ധ ഹജറുൽ അസ്വദിൻ്റെ മുമ്പിൽ 2 കൈയും ഉയർത്തി വത്തിബാഅൻ ലിസുന്നത്തി നബീക്, നിന്റെ നബിയായ മുഹമ്മദ് നബിനെ അനുകരിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഹാജിയും ഹജ്ജുമ്മയും, പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ നിന്ന് പോയ ഹാജിയും ഹജ്ജുമ്മമാരും. അത് കഴിഞ്ഞിട്ട് തവാഫ് ചെയ്യുകയാണ്. തൗഹീദിൻ്റെ മറ്റൊരു വഴിയാണ് തവാഫ്, ഷഹാദത്തിൻ്റെ മറ്റൊരു പ്രവർത്തനമാണ് തവാഫ്. എന്തിനാണ് ഞാൻ തവാഫ് ചെയ്യുന്നത്? എൻ്റെ അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട്. വല്യത്തഫു ബിൽ ബൈത്തിൽ അത്തീഖ്. എങ്ങനെയാണ് തവാഫ് ചെയ്യുന്നത്? എൻ്റെ മുഹമ്മദ് മുസ്തഫ കാണിച്ചു തന്നതുപോലെ. അതെ, നാട്ടിൽ വെച്ച് നാം കൊടുത്ത ഷഹാദത്തിൻ്റെ പൂർത്തീകരണമാണ് തവാഫ്. ആ തവാഫിൽ അള്ളാഹുവിൻ്റെ കൽപ്പനക്കപ്പുറത്തൊന്നും സംഭവിച്ചുകൂടാ. ആ തവാഫിൽ മുഹമ്മദ് നബിൻ്റെ സുന്നത്തിനെതിരായിട്ടൊന്നും സംഭവിച്ചുകൂടാ. ഷഹാദത്ത് ലംഘിക്കുന്ന ഒന്നും അവിടെ സംഭവിച്ചുകൂടാ. അത്ര കൃത്യമായി ഈമാൻ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദയെ പാലിക്കാനുള്ളതാണ് തവാഫ്. 7 തവാഫും കഴിഞ്ഞ് മക്കാം ഇബ്രാഹിമിൻ്റെ പിറകിൽ 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, നിന്നെ മാത്രം പ്രതീക്ഷിച്ച് വന്നിരിക്കുകയാണ് ഞാൻ. ഈ പ്രതീക്ഷ നാളെ നിന്നെ കണ്ടുമുട്ടുന്നത് വരെയും നിലനിർത്തി തരണേ അള്ളാഹുവേ. ഇടയ്ക്ക് ശിർക്കിൻ്റെ കുഫറിൻ്റെ ബിദ്അത്തിൻ്റെ വഴികൾ കൊണ്ട് എന്നെ നീ ഇനിയും നശിപ്പിച്ചേക്കല്ലേ അല്ലാഹ്. ഞാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ് നിനക്ക് വേണ്ടി മാത്രം. ഇനി അങ്ങോട്ട് ഞാൻ നിൻ്റെത് മാത്രമാണ്, നീ അല്ലാതെ വേറെ ആരും എനിക്കില്ല. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലാ അന്ത്. എന്താണ് ഹജ്ജിൻ്റെ അമലുകൾ? തൗഹീദിൻ്റെ തിളങ്ങുന്ന അമലുകളാണ് ഹജ്ജിൻ്റെ അമാലുകൾ. എന്നിട്ട് അവിടുന്ന് ദാഹം തീരാൻ മാത്രം, ക്ഷീണം തീരാൻ മാത്രം അല്ല, വയറ് നിറയാൻ മാത്രം ഹജറുൽ സംസം വെള്ളം കുടിക്കുകയാണ് ഹാജിയും ഹജ്ജുമ്മയും. വയറ് നിറയാൻ മാത്രമാണ്, വെറും ദാഹം തീർക്കാനല്ല, വയറ് നിറക്കാൻ. മുഅ്മിനീങ്ങൾ വയറ് നിറയോളം കുടിക്കും, മുനാഫിക്കീങ്ങൾ ദാഹം തീരാൻ വേണ്ടി മാത്രം കുടിക്കും. മുഅ്മിനീങ്ങൾ കുടിച്ചാലും തീർക്കില്ല, ശ്വാസം വിട്ടുപോലും കുടിക്കും. അതെ, അങ്ങനെയാണ് ഹബീബായ മുത്ത് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. എന്തിനാണ് നീ ആ വെള്ളം കുടിച്ചിരിക്കുന്നത്? എനിക്കൊരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കി പിടിച്ചാൽ പോരാ. എൻ്റെ അള്ളാൻ്റെ കൽപ്പനയാണ്, എൻ്റെ ഹബീബിൻ്റെ ചര്യയാണ്, അത് ഞാൻ കുടിച്ചിരിക്കും. എൻ്റെ ഹബീബ് കുടിച്ചതുപോലെ ഞാൻ കുടിക്കും. എൻ്റെ ഹബീബ് എന്താണ്, എങ്ങനെ കുടിക്കാനാണ് പറഞ്ഞത്, അങ്ങനെ കുടിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ഹബീബ് ദുആ ചെയ്തതുപോലെ ദുആ ചെയ്യും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹജ്ജുമ്മമാർ പോകുന്നത് സഫാ മലയിലേക്കാണ്. മെല്ലെ തൽബിയത്തും ചൊല്ലിക്കൊണ്ട് പോവുകയാണ് സഫാ മലയിലേക്ക്. തക്ബീറും ചൊല്ലിക്കൊണ്ട് പോവുകയാണ് സഫാ മലയിലേക്ക്. ദുആവും ചെയ്തുകൊണ്ട് പോവുകയാണ് സഫാ മലയിലേക്ക്. സഫാ മലയിൽ ചെന്ന് നിന്ന് പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ നേരെ, അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ നേരെ നിന്ന് വലത്തെ കൈ ഉയർത്തിപ്പിടിച്ച്, മുസബ്ബിഹ വിരൽ ഉയർത്തിപ്പിടിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൗഹീദിൻ്റെ വചനം ചൊല്ലുകയാണ്.
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. രണ്ടാമത് തൗഹീദിന്റെ കലിമ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം, ഞാൻ ചെയ്യുന്ന അമലുകളിൽ അള്ളാഹു അല്ലാതെ വേറെ ഒന്നും വന്നു പോകാൻ പാടില്ല. അള്ളാഹു അല്ല വേറെ ഒന്നും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. ചിലപ്പോൾ ഹാജറ കടന്നു വരും, ചിലപ്പോൾ ഇബ്രാഹിം കടന്നു വരും, ചിലപ്പോൾ ഇസ്മായിൽ കടന്നു വരും. ഇല്ല, എൻ്റെ അള്ളാഹു മാത്രമേ കടന്നു വരാൻ പറ്റുകയുള്ളൂ. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ചെയ്ത ആ രീതിയും ആ മെത്തഡോളജി അത് മാത്രമേ എനിക്ക് കടന്നു വരാൻ പാടുള്ളൂ. ആ രീതിക്ക് ഞാൻ തയ്യാറാണ്. അല്ലാഹു അക്ബർ. സഫ നടത്താൻ തുടങ്ങുന്നതിന് മുമ്പ് പറയേണ്ട വാക്കാണത്. തൗഹീദിന്റെ വചനം പറഞ്ഞിട്ടാണ് സഫാ മലയിൽ നടത്താൻ തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഉറപ്പിക്കുകയാണ്, അല്ലാഹു അക്ബർ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതും പോരാ, അത് പൂർത്തിയായി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്നിട്ടും മതിയാകുന്നില്ല അടിമക്ക്. അള്ളാഹുവിനോട് പറഞ്ഞിട്ട് മതിയാകുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ അൻജസ വഅദ വനസറ അബ്ദ വഹസബൽ അഹ്സാബ വഹദ. പറഞ്ഞാൽ അള്ളാഹുവിന്റെ വഹദാനിയത്തിന്റെ മുമ്പിൽ അടിമ അവന്റെ തലകുനിച്ച് പറയുന്ന വാക്കുകളാണ് ഇത്. ആജിയും അജുമ്മയും സഫായിൽ നിന്നുകൊണ്ട് എന്നിട്ട് നടക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഒരുങ്ങുമ്പം ഹബീബായ മുത്തിനെയാണ് ഓർമ്മ വരുന്നത്. ഹബീബായ മുത്ത് എങ്ങനെയാണോ തുടങ്ങിയത് അങ്ങനെ. ഹബീബായ മുത്ത് തുടങ്ങിയത് ഇന്നി അബ്ദഉ ബിമാ ബദഅ അല്ലാഹ് എന്നും പറഞ്ഞ്, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആയിരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ തഅമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഇതും പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. അബ്ദഉ ഞാൻ തുടങ്ങുന്നു എൻ്റെ അല്ലാഹ് തുടങ്ങിയതുപോലെ എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ തുടങ്ങുന്നത്. എന്നിട്ട് ഇന്ന സഫ വൽ മർവത്ത എന്നുള്ള ആയത്ത് ഓതുകയാണ്. സഫയാണ് ആദ്യം, മർവ പിന്നെയാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ ചെയ്തു, ഞാനും അങ്ങനെ ചെയ്യുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ശൈഖ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചെല്ലാൻ, ഇല്ല. ഈ തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്നത് ചെല്ലാൻ, ഇല്ല. എൻ്റെ ഹബീബ് എന്താണോ പറഞ്ഞത് അതേ ഞാൻ ചൊല്ലുള്ളൂ. എന്താ കാര്യം? ഞാൻ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ആളാണ്. എന്താണ് ഷഹാദ? നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ഷഹാദ അങ്ങനെ 24 മണിക്കൂറും ഈ ഷഹാദ ഓരോന്നുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഉറപ്പിച്ചോളണം. എന്നിട്ട് വേണം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ. അത് കഴിഞ്ഞിട്ട് നടത്തം തുടങ്ങുകയാണ്. എന്തും പറയാം, നടക്കുമ്പോൾ എന്താ ചെല്ലാം, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാം. എന്താണ് ദിക്ർ, ദുആ, ഖുർആനോത്ത്, സലാത്ത്, എന്തും പറ്റും. കുറച്ചങ്ങോട്ട് ഓടുമ്പം ആജിമാര് ആണുങ്ങളെല്ലാം ഒന്ന് സ്പീഡിൽ നടക്കുകയാണ്. എന്താ കാര്യം? അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എൻ്റെ ഹബീബ് അങ്ങനെയായിരുന്നു. അതങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു ചരിത്രമൊന്നും അവിടെ വിഷയമല്ല. എൻ്റെ ഹബീബ് അങ്ങനെയായിരുന്നു. ആ പച്ചത്തോളിൻ്റെ ഇടയിൽ എത്തുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സ്പീഡിൽ നടക്കുമായിരുന്നു. ഒട്ടകത്തെ സ്പീഡിൽ നടത്തിക്കുമായിരുന്നു. ഒട്ടകത്തിലാണ് സഹി ചെയ്യുന്നുണ്ടെങ്കിൽ. എന്താ കാര്യം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെൻ്റെ അള്ളാഹിൻ്റെ കൽപ്പനയാണ്. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഞാൻ പ്രാവർത്തികമാക്കുന്നത് മുഹമ്മദ് നബിയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടാണ്. അവിടെയും തൗഹീദാണ്. അത് കഴിഞ്ഞിട്ട് നടന്ന് മർവയിലെത്തും. മർവ മലയിലെത്തുമ്പോൾ ചരിത്രങ്ങളെല്ലാം മനസ്സിലേക്ക് ഓർമ്മ വരും. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു അള്ളാഹിൻ്റെ റസൂലും മാത്രമാണ്. അവിടെ എത്തിയിട്ടും സഫയിൽ ചെയ്ത പോലെയാണ് ചെയ്യുന്നത്. അങ്ങനെ 7 പ്രാവശ്യം, 1 അങ്ങോട്ട് 2 ഇങ്ങോട്ട് 3 4 5 6 7. ഏഴാമത്തെ നടത്തം മർവയിൽ അവസാനിക്കും. ഏഴാമത്തെ നടത്തം മറുപടിയിൽ അവസാനിച്ചതിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹ്, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, നീ കബൂലാക്കി തരണം. എൻ്റെ തൗഹീദ് നീ കബൂലാക്കണം, എൻ്റെ ഷഹാദ നീ കബൂലാക്കണം. ഒരു പോറലും ഏൽക്കാതെ ഒരു ഡാമേജും സംഭവിക്കാതെ നിലനിർത്തി തരണം. അതും കഴിഞ്ഞിട്ട് അവൻ നേരെ പോകുന്ന എവിടത്തേക്കാണെന്നറിയുമോ? ബാർബർ ഷാപ്പിലേക്ക്. എന്തിന്? മുടി കളയാൻ. എന്താ കാര്യം? മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ അള്ളാഹിൻ്റെ കൽപ്പനയാണ്. മുഹല്ലിഖീന റൂസക്കും വ മുഖസ്സിരീൻ. എൻ്റെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ എങ്ങനെയാണ് ചെയ്തത്? കംപ്ലീറ്റ് വടിക്കുകയാണ് ചെയ്തത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹ് കൽപ്പിച്ചതുപോലെ മുടിയെടുക്കണം. എങ്ങനെ മുടിയെടുക്കണം? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദ, അവിടെയും ഷഹാദ. എന്താണിത്? ഷഹാദ പറഞ്ഞതിൽ അവസാനം പറഞ്ഞ ഷഹാദ ചൊയലിൻ്റെതായി മാറി. ചൊയലിൻ്റെ ഷഹാദ. ചിലർ അങ്ങനെയാണ് പറയുന്നത്, ചൊയലിൻ്റെ ഷഹാദ. ചൊയലിക്കെന്ത് ഷഹാദ? ഇസ്ലാം കാര്യം 5 അല്ലേ? ബുനിയൽ ഇസ്ലാം വലാ ഖംസ് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഓരോരുത്തർക്കും ആവശ്യമല്ലേ അവർ ഈമാൻ സഹിയാകാൻ, അല്ലെങ്കിൽ കാഫിറോ മുശ്രിക്കോ ആകുകയല്ലേ. ഷഹാദ ബാത്തിലായാൽ ഒന്നിക്ക് കാഫിറാവും അല്ലെങ്കിൽ മുശ്രിക്കാവും.
അതുകൊണ്ട് മുടി കളയുകയാണ്. കളഞ്ഞു മുടി ഇബാദത്താണ്. ഓരോ രോമത്തിൻ്റെ കതിരനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടുന്നത്. അങ്ങനെ തന്നെ റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, മുടി കളഞ്ഞവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു. രണ്ടും ദുആ ചെയ്തു, മൂന്നാമതും ദുആ ചെയ്തു. നാലാമത് ആരോ പറഞ്ഞു പോയി, നമ്മളെ കൂട്ടത്തിൽ ചെറുതാക്കിയവരും ഉണ്ട് നബിയ. എന്നാ ചെറുതാക്കിയവരും എന്നാ വരും. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ ആഗ്രഹിക്കുന്നത് ഉമ്മത്ത് മുടി കളയാനാണ്. ഇത് ഹാജിമാർ ആലോചിക്കണം. ഇത് കഴിഞ്ഞിട്ട് നാം താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. അസീസിയയിലാണ്, അസീസിയയിൽ മക്കയിലാണെങ്കിൽ മക്കയിൽ. അങ്ങനെ ദുൽഹജ്ജ് അഥവാ ഇന്നലെ ദുൽഹജ്ജ് 8 ലോകം മുഴുവനും ദുൽഹജ്ജ് 8 ഇന്നലെ. ഇന്ന് 9. അതെ, ഒറ്റക്കാഴ്ചയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളവർക്കെല്ലാം അങ്ങനെ. ഓരോ പ്രദേശത്തും കാണണമെന്ന് വാദിക്കുന്നവർക്ക് നാളെയാണ്. അല്ലാഹു അഅലം. അങ്ങനെ ഇന്നലെ 8ന്റെ ദിവസം എല്ലാവരും രണ്ടാമത് ഒരുങ്ങുകയാണ്, ഹജ്ജിന് വേണ്ടി ഒരുങ്ങുകയാണ്. നേരത്തെ ഉംറയെ പറ്റിയാണ് നാം പറഞ്ഞത്. ഇപ്പോൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുകയാണ്. താമസ സ്ഥലത്ത് വെച്ച് കുളിച്ച് ഡ്രസ്സ് മാറ്റുകയാണ്. അള്ളാഹു ചോദിക്കുന്നു, എങ്ങോട്ടാ? അറഫയിലേക്ക്. അറഫയിൽ എന്താണ് ജോലി? ഒരു ജോലിയുമില്ല. അറഫയിൽ നിസ്കാരമില്ല, ദുആ മാത്രമേ അറഫയിലുള്ളൂ. നട്ടുച്ച നേരത്തെ ജോലി ചെയ്യേണ്ടത് അറഫയിലാണ്, നട്ടപ്പാതിരാക്ക് മുസ്ദലിഫയിലും. നട്ടുച്ചക്ക് അറഫയിലും നട്ടപ്പാതിരാക്ക് മുസ്ദലിഫയിലും. അള്ളാഹിന്റെ തർത്തീബാണ്. എന്താ അത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്കറിയില്ല, എൻ്റെ അള്ളാഹ് പറഞ്ഞിട്ട്. അശ്ഹദു അന്ന മുഹമ്മദ്. ഹജ്ജിൻ്റെ അമലുകൾക്കുള്ള പ്രത്യേകത എന്താണ്? ബാക്കിയുള്ള അമലുകളെല്ലാം ഇസ്ലാമിൻ്റെ ബാക്കി 4 കാര്യങ്ങളും ശാസ്ത്രീയമായിട്ട് നമുക്ക് പലതും പറയാനുണ്ടാവും. ഹജ്ജിൻ്റെ അമലുകൾക്ക് ശാസ്ത്രീയമായി സയൻറ്റിഫിക്കലായിട്ട് പറയാനൊന്നുമില്ല. അന്ധമായ അനുസരണവും അനുകരണവും വേറെ ഒന്നുമില്ല ഹജ്ജിന്. നിസ്കാരത്തിൽ ശാസ്ത്രീയമായിട്ട് ഒരേ ആൾക്കാർ പറയില്ലേ, ഈ ഫിസിയോതെറാപ്പിക്കാരൊക്കെ നിസ്കാരത്തെ പറ്റിയൊക്കെ പലതും പറയാറില്ലേ. നോമ്പിനെ പറ്റിയോ ഡോക്ടർമാർ റമളാനായ പിന്നെ ഡോക്ടർമാരെ ലേഖനത്തിൻ്റെ വടയാണല്ലേ, പത്രം മുഴുവൻ നോമ്പിൻ്റെ വള്ളായിൽ. പക്ഷെ ഹജ്ജിനെ പറ്റി അങ്ങനെ ആർക്കും ഒന്നും പറയാനില്ല. ഒരു ശാസ്ത്രീയതയും ഒരു ഒന്നുമില്ല ഹജ്ജിന്. അന്ധമായ അനുസരണവും അന്ധമായ അനുകരണവും. അതെ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹു എൻ്റെ ഉടമയാണ്. അവൻ പറയുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. മുഹമ്മദ് നബി എൻ്റെ പ്രവാചകനാണ്, ആ പ്രവാചകൻ കാണിച്ചു തരുന്നു, അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. എന്താ കാര്യം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അങ്ങനെ ഇന്നലെ വൈകുന്നേരമാകുമ്പോഴേക്ക്, ഇന്നലെ ഉച്ചയാകുമ്പോഴേക്ക് 18 ലക്ഷത്തോളം വരുന്ന ഹാജിമാർ മിനായിലെത്തും. ദുൽഹജ്ജ് ഹജ്ജ് ചുരുങ്ങിയ രീതിയിൽ ഹജ്ജിനെ പറ്റി മനസ്സിലാക്കിക്കോളെ. എന്താണ് ഹജ്ജ്? 4 സ്ഥലങ്ങളിൽ നിന്ന് 6 ദിവസങ്ങളിലായി 10 ജോലികൾ ചെയ്ത് തീർക്കുന്നതിൻ്റെ പേരാണ് ഹജ്ജ്. ഹജ്ജ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളോളം ഹജ്ജ് ക്ലാസ്, ഒരു മണ്ണാങ്കട്ടയില്ല. എന്ത് ഹജ്ജ് ക്ലാസ്? ആകെ 1 മണിക്കൂർ നേരം പറയേണ്ട കേസേ ഉള്ളൂ ഹജ്ജ്. വളരെ സിമ്പിളാണ് ഹജ്ജ്. ഹാജിയായിട്ട് ജീവിക്കലാണ് ബുദ്ധിമുട്ട്. ഹജ്ജ് ചെയ്യൽ എളുപ്പമാണ്, ഹാജിയായിട്ട് ജീവിക്കൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഹജ്ജ് 4 സ്ഥലങ്ങളിൽ വെച്ചാണ് നിർവഹിക്കേണ്ടത്: മക്ക, മിന, അറഫ, മുസ്ദലിഫ. ഇതാണ് ഹജ്ജ്. ഈ 4 സ്ഥലമല്ലാത്ത വേറൊരു സ്ഥലത്ത് ഹജ്ജിൻ്റെ അമലുകളില്ല. 6 ദിവസങ്ങളിലാണ് ഹജ്ജ്. ദുൽഹജ്ജ് 8, ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 10, 11, 12, 13. ഈ 6 ദിവസങ്ങളിൽ മാത്രമാണ് ഹജ്ജ്. അതിന് മുമ്പും ഇല്ല, അതിന് പിമ്പും ഇല്ല. ഈ 6 ദിവസം കൊണ്ട് പൂർത്തിയാവും ഹജ്ജിൻ്റെ അമാലുകൾ. 10 ജോലികളാണ്. ആ ഓരോ ജോലി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പേരുമില്ലാത്തവനിക്കും ഹജ്ജ് നിർവഹിച്ചിട്ട് വരാം. ഇത് ഹജ്ജ് ക്ലാസ് നടത്തുന്ന സാറന്മാർ അല്ലെങ്കിൽ ഉസ്താദുമാർ ഹാജിമാരെ പിരാന്താക്കും. 4 ക്ലാസ് പങ്കെടുത്ത 5ാമത്തെ ക്ലാസ്സോടുകൂടി ഹാർട്ട് അറ്റാക്ക് ആവും. ഒരു 10, 60, 70 വയസ്സുള്ള വയസ്സനാണെങ്കിൽ അവൻ്റെ കഥ തീരും. കാരണം 5 ക്ലാസ്സിൽ 5 കാര്യങ്ങളാണ് കേൾക്കുക, മണിക്കൂർ കണക്കിനാണ് ക്ലാസ്. ഇതെല്ലാം കൂടി തലി കയറി അവസാനം മാനസിക രോഗിയായിട്ട് ആ സദസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടാകുക ക്ലാസ്സും കഴിഞ്ഞിട്ട്. ഒന്നിൻ്റെ ആവശ്യമില്ല. 1ാമത്തെ ദിവസം ജോലി പഠിക്കുക. ദുൽഹജ്ജ് 8. എന്താണ് ദുൽഹജ്ജ് 8ൻ്റെ ജോലി? ഇന്നലെ മുഴുവൻ ഹാജിമാരും ഹജ്ജുമ്മമാരും മിനായിലെത്തി. മിനായിൽ താമസിക്കണം 8ൻ്റെ അന്ന്. എന്താണ് മിനായിൽ വെച്ച് ചെയ്യേണ്ട ജോലി? മിനയെ പറ്റി മറ്റൊക്കെ ദീർഘിച്ചിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്താണ് മിനായിൽ ഹജ്ജിന്? 5 നേരത്തെ നിസ്കാരം അള്ളാഹുവിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുക. മിനായിൽ എന്താണ് 8ൻ്റെ ജോലി? 5 നേരത്തെ നിസ്കാരം. അതെങ്ങനെ നിസ്കരിക്കണം? മുഹമ്മദ് റസൂൽ അനുസരിക്കണം. എങ്ങനെയാണ് മുഹമ്മദ് റസൂൽ മിനയിലെ നിസ്കാരം? 2 റക്അത്ത് ളുഹർ, 2 റക്അത്ത് അസ്ർ, 3 റക്അത്ത് മഗ്രിബ്, 2 റക്അത്ത് ഇശ, 2 റക്അത്ത് സുബഹി. എന്താ കാര്യം? മുഹമ്മദുർ റസൂലുള്ളാഹ്. മിനയിലെ ജോലി പൂർത്തിയായി. 5 വക്ത് നിസ്കരിച്ചാൽ അതിന് മാർക്കിടും. അല്ലാഹു തആല മാർക്കിട്ട് തരണം.
ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്ത നിസ്കാരത്തിന് മുഴുവൻ മാർക്ക് കിട്ടേണ്ടത് അന്നാണ് മിനയിൽ, വലിയ ജെട്ടിൻ്റെ അന്ന്. ആ 5 നിസ്കാരം പരീക്ഷയാണ്. ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്ത നിസ്കാരത്തിന് മുഴുവൻ അന്ന് മാർക്ക് കിട്ടണം. എന്നിട്ട് വേണം തിരിച്ചു വരാൻ. എന്നിട്ട് പുതിയ നിസ്കാരം ഒന്ന് വന്നിട്ട് തുടങ്ങണം, പുതിയ ക്ലാസ്. മിനയിലെ ജോലി തീർന്നു. നേരത്തെ നിസ്കാരം, വേറെ ഒരു ജോലിയും മിനയിലില്ല 8ൻ്റെ അന്ന്. ഇനി അടുത്തത് 9ൻ്റെ ദിവസം. 9ൻ്റെ അന്ന് രാവിലെ സുബഹി നിസ്കരിച്ച് ഹാജിമാർ മിനായിൽ നിന്ന് അറഫായിലേക്ക് പുറപ്പെടും. പുറപ്പെടേണ്ടത് സുബഹി നിസ്കരിച്ചതിന് ശേഷമാണ്. 9ൻ്റെ അന്ന് സുബഹി നിസ്കരിച്ചിട്ടാണ് അറഫായിൽ നിന്ന് പുറപ്പെടേണ്ടത്. മിനായിൽ നിന്ന് പുറപ്പെടേണ്ടത് അറഫയിലേക്ക്. ഉച്ചയോടുകൂടി അറഫയിലെത്തും. അറഫയിൽ ശരിയായ രീതി, അറഫയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ളുഹറും അസറും ജമാക്കി നിസ്കരിക്കണം. അറഫൻ്റെ മുമ്പ്, അറഫൻ്റെ അതിർത്തിക്ക് മുമ്പ്. അതാണ് സുന്നത്ത്. പക്ഷെ അത് അന്നത്തെ മാതിരി അന്ന് 1.25 ലക്ഷത്തോളം വരുന്ന ഹാജിമാർ നിബിധങ്ങളോടൊപ്പം കൂടി. ഇന്നുള്ളത് 18 ലക്ഷമാണ്. ഈ 18 ലക്ഷവും പുറത്തുനിന്ന് നിസ്കരിക്കാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ നല്ല കഥയായിരിക്കും. ഈ 18 ലക്ഷം ഹാജിമാർ അതിർത്തിക്ക് വെളിയിൽ നിന്ന് നിസ്കരിച്ചാൽ ഒരൊറ്റ അടിച്ച് കയറലായിരിക്കും ളുഹർ വാങ്ങി കൊടുക്കലോടുകൂടി. പിന്നെ മരിച്ചതിനൊന്നും കണക്കുണ്ടാവില്ല. അതുകൊണ്ട് നേരത്തെ കാലത്തെ ഗവൺമെൻറ് എന്ത് ചെയ്യും, സൗകര്യത്തിന് വേണ്ടിയിട്ട് ഹാജിമാരെ അറഫയിലെത്തിക്കും, അവരവരുടെ തമ്പുകളിലെത്തിക്കും. അവിടെ വെച്ചിട്ട് നാം ളുഹറും അസറും ജമാക്കി നിസ്കരിക്കും. 2 റക്അത്ത് ളുഹർ, 2 റക്അത്ത് അസർ. എന്താ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എൻ്റെ ഹബീബ് അങ്ങനെയാണ് കാണിച്ചു തന്നത്. ളുഹറും അസറും നിസ്കരിച്ചതിന് ശേഷമാണ് അറഫയുടെ ജോലി ആരംഭിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അറഫയിൽ നിസ്കാരമില്ല. ളുഹർ അസറും പുറത്തുനിന്ന് നിസ്കരിക്കണം. മഗ്രിബ് ഇശാവും മുസ്ദലിഫയിൽ വെച്ച് നിസ്കരിക്കണം. അറഫയിൽ നിസ്കാരമില്ല. അറഫയിൽ ദുആ മാത്രമേ ഉള്ളൂ. വെറും ദുആക്കുള്ളതാണ് അറഫ. അഫ്ദലു ദുആഇ യൗമു അറഫ. അറഫ ദിവസമാണ് ഏറ്റവും നല്ല ദുആ. അതിൽ ഏറ്റവും നല്ല ദുആ അറഫയിൽ വെച്ച് ചെയ്യാനുള്ള എന്തൊരു എളുപ്പമാണ് ഹജ്ജ്. ഏറ്റവും നല്ല ദുആ നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ട് പേജ് കണക്കിന് കാണാപ്പാടം പഠിച്ചിട്ട് ചൊല്ലി തീർക്കണം. ഏറ്റവും നല്ല ദുആ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദുആ തീർന്നു. ഒരു 100-200 പ്രാവശ്യം ഇങ്ങനെ ചൊല്ലുക. എനിക്ക് വേറെ ഒന്നും പറയാനില്ലേ. എൻ്റെ അള്ളാഹുവിൻ്റെ റസൂൽ അതിനേക്കാൾ വലിയ വേറെ എന്താ എനിക്ക് പറയാനുള്ളത്? എല്ലാം ഒതുങ്ങിയതിന് എൻ്റെ അർത്ഥം. ഇവൻ്റെ A to Z ഇന്നലകൾ ഇന്നുകൾ നാളുകൾ മുഴുവൻ ഒതുങ്ങി. പിന്നെ പറയാനുള്ളത് അങ്ങ് പറയുക, റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത പോലെ ഇരുന്നിട്ട് ദുആ ചെയ്യുക, നിന്നിട്ട് ദുആ ചെയ്യുക, കൈ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യുക, കരഞ്ഞ് ദുആ ചെയ്യുക. വാക്കുകൾ പറയാൻ കിട്ടത്തില്ലെങ്കിൽ ഈ ആരോ ദ്വാരക്കുന്നതിന് ആമീൻ പറഞ്ഞു കൊടുക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. ഈ ആമീൻ പറഞ്ഞു കൊടുക്കുന്ന പരിപാടി ദ്വാരക്കാൻ വാക്കുകൾ കിട്ടുന്നില്ലേ? കരയും, ഓരോ കാര്യം ചിന്തിച്ച് കരയും. 1000 വാക്കുകൾക്ക് തുല്യമാണ് കണ്ണിൽ നിന്ന് ഉയർന്ന ഒരു തുള്ളി വെള്ളം. കണ്ണിൽ നിന്ന് ഒഴുകുന്ന ഒരു തുള്ളി വെള്ളം 1000 വാക്കുകൾക്ക് തുല്യമാണ്. ഒന്നും പറയാൻ കിട്ടുന്നില്ല അള്ളാഹിനോട്, കരയും. നമ്മൾ തന്നെ ചെറുപ്പത്തിലേ കരയും അള്ളാഹിനോട്. ഈ പിള്ളറെല്ലാം കരയും അള്ളാഹിനോട്. എന്തെങ്കിലും ആവശ്യം പൂർത്തിയാകുന്നില്ലെങ്കിൽ ഉപ്പാണ്ട് പറഞ്ഞിട്ട് കിട്ടുന്നില്ല. എന്താ യൂനിസേ, നീ എന്താ ആലോചിക്കുന്നു? ബാപ്പാനോട് പറഞ്ഞിട്ട് കിട്ടുന്നില്ല, ഉമ്മാനോട് പറഞ്ഞിട്ട് കിട്ടുന്നില്ല. എന്താ ചെയ്യണ്ടേ യൂനിസേ? അള്ളാഹോട് പറഞ്ഞിട്ട് കരയണം. ഉമ്മാൻ്റെ കരയുന്നതിൽ കാര്യമൊന്നുമില്ല, ഉപ്പാനോട് കരയുന്നതിലും കാര്യമില്ല. അള്ളാഹുടെ കാര്യമാണ്. തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലേ? യൂസുഫും അതെല്ലാം എത്ര മൗലാനമാരാണ്? യൂസുഫ് മൗലാന, പിന്നെ മുഹമ്മദ് ഹസ്രത്ത്, അഹമ്മദ് ഹസ്രത്ത്, പിന്നെ യാസീൻ മൗലാന. അതാണ് ഇരിക്കുന്നത്. മാഷാ അല്ലാഹ്. ഇത് ചെയ്യണം പറ്റില്ലേ? ഉമ്മാനോട് ഉപ്പാനോടും പറയുന്നതിന് മുമ്പ് ആരോട് പറയണം? അള്ളാഹുവിനോട് പറയണം. എന്തെങ്കിലും ഉമ്മാനോട് ഒപ്പാണ് സൈറ്റോ പുസ്തകമോ യൂണിഫോമോ ചെരുപ്പോ തൊപ്പിയോ എന്ത് വേണമെങ്കിലും ഉപ്പാനോട് പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഉമ്മാനോട് പറയുന്നതിന് മുമ്പ് ആരോട് പറയണം? അള്ളാഹുവിനോട് പറയണം. സ്വകാര്യമായിട്ട് ഉമ്മയും കാണണ്ട ഉപ്പയും കാണണ്ട. ഏതെങ്കിലും മൂലൊക്കെ വീന്നിട്ട് അള്ളാഹ് എനിക്ക് തൊപ്പി വേണം, എനിക്ക് ചെരുപ്പ് വേണം. അപ്പം നല്ല ചെരുപ്പ് കിട്ടും. അള്ളാഹോട് പറയാണ്ട് ഉപ്പാനോട് പോയിട്ട് പറഞ്ഞാൽ ചെറിയ പൈസൻ്റെ ചെരുപ്പാണ് വാങ്ങിത്തരിക. 50 റുപ്യൻ്റെ 60 റുപ്യൻ്റെ. അള്ളാഹോട് പറഞ്ഞിട്ട് ഉപ്പാട് പറഞ്ഞാൽ ഉപ്പാക്ക് തന്നെ തോന്നുന്നു നല്ല ചെരുപ്പ് വാങ്ങിക്കൊടുക്കാമെന്ന്. അപ്പോൾ ആര് തന്ന ചെരുപ്പായി അത്? അപ്പോൾ ആ ചെരുപ്പ് അത് ആര് തന്നതായി? നല്ല ചെരുപ്പ് അള്ളാഹു തന്ന ചെരുപ്പ്. കരയണം, അറഫായിൽ വെച്ച് കരയണം. ഹജ്ജിമാരും അജ്ജുമ്മമാരും അറഫായിൽ വെച്ച് ഇങ്ങനെ കരയണം. അസറോടുകൂടി മഗ്രിബോടുകൂടി അവിടുത്തെ ജോലി തീർന്നും തമ്പിൽ നിന്ന് പുറത്തിറങ്ങും. ഒരു 4 മണിയാകുമ്പോൾ ഈ സമയത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടാവും.
ഈ സമയത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. വെയിൽ കൊണ്ടിട്ട് ദുആ ചെയ്യണം, വെയിലത്ത് നിന്നിട്ട് ദുആ ചെയ്യണം, നിന്നിട്ട് ഒറ്റക്കൊറ്റക്ക് ദുആ ചെയ്യണം. അവിടെ ഭാര്യയും ഭർത്താവും ഒറ്റക്ക് ഒന്നിച്ചു വേണ്ട. ഭാര്യ ഭാര്യൻ്റെ വഴിക്ക് വിടണം, ഭർത്താവ് ഭർത്താവിൻ്റെ വഴി. രണ്ടാക്കും പറയാനുള്ളത് പറയും അള്ളാഹിനോട്. അള്ളാഹുവിനോടല്ലേ പറയുന്നത്. ഇങ്ങനെ ഇവളെന്താ പറയുന്നത് നോനും നോക്കണ്ട, ഓനെന്താ പറയുന്നത് ഇവിടെ നോക്കണ്ട. രണ്ടാൾക്കും ഇഷ്ടമുള്ള പറയട്ടെ. അള്ളാഹുടല്ലേ പറയുന്നത്. തീരുമാനിക്കേണ്ടത് അള്ളാഹുവാ. ഇന്നഹു യഖ്ലി വലാ യുഖ്ലാ അലൈഹി അല്ലേ. ഇന്ന് മഗ്രിബോടുകൂടി ഇൻഷാ അല്ലാഹ് അറഫയിലെ ജോലി പൂർത്തിയാവും. മഗ്രിബോടുകൂടി അറഫയിലെ ജോലി പൂർത്തിയാവും. ഇപ്പം ഹാജിമാരുടെ ജോലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏതാണ്ട് എത്രയും സമയം 8 മണി. 8 മണി എന്ന് പറഞ്ഞാൽ 5:30 മണി. എൻ്റെ മുഹൂർത്തമാണിപ്പോൾ. അറഫയിൽ ദുആൻ്റെ മുഹൂർത്തം നടക്കും. അല്ലാഹു തആല എല്ലാവരും ദുആവും കബൂലാക്കി കൊടുക്കട്ടെ. ഞാൻ എന്നും ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹു മക്തുബി സിത്ര വസ്സലാമത്ത അലൈന വഅലാ വാലിദീന വഔലാദിന വഅസ്വാജിന വഅലാ ജമീഇൽ ഹുജ്ജാജി വൽ ഉമ്മാർ വസ്സുവാർ. ഞാൻ എന്നും ദുആ ചെയ്യുന്നൊരു ദുആ. അൽ ഹുജ്ജാജ് വൽ ഉമ്മാർ വസ്സുവാർ സാദിരീന വാലിദീന ഫി ബരിക വബഹരിക വജവ്വിക അജ്മഈന യാ റബ്ബൽ ആലമീൻ. ഏ അല്ലാഹ്, 18 ലക്ഷം ഹാജിമാരെയും നീ കബൂലാക്കണേ അല്ലാഹ്. അവരെ ദുആക്കളെയും കബൂലാക്കണേ അല്ലാഹ്. അവരിൽ നിന്ന് പലരും നമ്മളെ പറ്റിയൊക്കെ ഓർക്കുന്നുണ്ടാകും. അവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. തീർച്ചയായിട്ടും ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ചില ഡോക്ടർമാരും മറ്റൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു. ആ കെയറോഫിലെങ്കിലും അവരെ മനസ്സിൽ നമ്മൾ ഓർമ്മ ഉണ്ടാവും. അവരൊക്കെ അറഫയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടാവും. നല്ല ഉറപ്പുണ്ട് എനിക്ക്. ഏ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. 18 ലക്ഷം ഹാജിമാരെയും നീ കബൂലാക്കണേ അല്ലാഹ്. ആണിനെയും പെണ്ണിനെയും കബൂലാക്കണേ അല്ലാഹ്. അവരൊക്കെ മുവഹിദുകളായി തിരിച്ചയക്കണേ അല്ലാഹ്. ആ പരിശുദ്ധ ഭവനത്തിൽ, ആ പരിശുദ്ധ സ്ഥലത്ത് അറഫായിൽ വെച്ച്, മിനായിൽ വെച്ച് നിനക്ക് കരാറ് തന്ന് ഇനി അങ്ങോട്ട് നീ അല്ലാതെ വേറെ ആരുമില്ല. ഒരു ഷെയ്ഖും വേണ്ട, എനിക്ക് തങ്ങളും വേണ്ട, ഹോജിയും വേണ്ട, ജാറും വേണ്ട, ദർഗിയും വേണ്ട. ഏ അല്ലാഹ്, നീ മാത്രം മതി എല്ലായിടത്തും, രഹസ്യത്തിനും പരസ്യത്തിനും, മുമ്പിലും പിമ്പിലും പിറകിലും. അല്ലാഹുമ്മ ജൽ ഫി ഖൽബി നൂറ വഫി ലിസാനി നൂറ وفي لساني نورا وفي سمعي نورا وجل في بصري نورا وعن يميني نورا وعن يساري نورا وجل أمامي نورا وجل خلفي نورا وجل من فوقي نورا وجل من تحتي نورا وجل في نفسي نورا وجعلني نورا. ഇത് ദുആ യാഥാർത്ഥ്യമാണെങ്കിൽ പിന്നെ തങ്ങന്മാർക്ക് എവിടെയാ കാണാൻ പറ്റുന്ന പ്രയാസനുള്ളത്? എല്ലാം അല്ലാഹ് കൊടുത്ത്, ഇടത്തും വലുത്തും മുമ്പും പിമ്പും മുകളിലും താഴെ എല്ലാം അല്ലാഹ്. പിന്നെ ഇതിലെ ഇടയ്ക്കൊക്കെ തങ്ങൾക്ക് ഇതിലെ കൂടെ കയറി വരിക ഒന്നുമില്ല. എല്ലാം അല്ലാഹ്, എല്ലാം അല്ലാഹ്. ആ രീതിയിൽ ഇന്ന് മഗ്രിബോടുകൂടി, അവിടുത്തെ മഗ്രിബോടുകൂടി പിരിയും. പിന്നെ മുസ്ദലിഫയിലേക്കുള്ള യാത്രയാണ്. അറഫയിലെ ജോലി പൂർത്തിയായി മഗ്രിബോടുകൂടി. പിന്നെ മുസ്ദലിഫയിലേക്കുള്ള യാത്രയാണ്. മുസ്ദലിഫ വിശാലമായ മൈതാനമാണ്. ഞാൻ സാധാരണ ഹാജിമാരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഏറ്റവും വലിയ സൗകര്യം ഹാജിമാർക്ക് മക്കയിലാണ് താമസ സൗകര്യം. 50% മദീനത്തെത്തുമ്പോൾ. അസീസയിലെത്തുമ്പോഴേക്ക് 25%. മിനായിലെത്തുമ്പോഴേക്കും അത് 10%. അറഫയിൽ 5%. മുസ്ദലിഫയിലെത്തുമ്പോഴേക്ക് 0%. ഒന്നുമില്ല. മേലോട്ടൊക്കെ ആകാശം, താലോട്ടൊക്കെ ഭൂമി. കൊട്ടപ്പാറൻ്റെ മുകളിൽ അല്ലെങ്കിൽ നിലത്ത് മണ്ണിൽ തലക്കും വെച്ച് കൈ മടക്കിയിട്ട് തലക്ക് വെച്ചിട്ട് കിടന്നോളണം. അതാണ് മുസ്ദലിഫ. ഒരു ഭാഗത്ത് രാജാവ് ഉണ്ടാവും, ഒരു ഭാഗത്ത് മന്ത്രി ഉണ്ടാവും, ഒരു ഭാഗത്ത് MLA ഉണ്ടാവും, ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി ഉണ്ടാവും, ഒരു ഭാഗത്ത് വലിയ ആലിമുണ്ടാവും, ഷെയ്ഖ് ഉണ്ടാവും, വലിയ ഉണ്ടാവും, ഒരു ഭാഗത്ത് വലിയ ബിസിനസ്സുകാരുണ്ടാവും, വലിയ ഫാക്ടറിക്കാരനുണ്ടാവും, അപ്പുറത്തെ ഭാഗത്ത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഒരു ഹജ്ജിന് എൻ്റെ ഒന്നിച്ച് പിന്നെ ഫസൽ ഗഫൂർ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം. എനിക്ക് വലിയ മതിപ്പ് തോന്നി അദ്ദേഹത്തെ ആ സമയത്ത്. എൻ്റെ ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നത്. മിനായില തുടക്കത്തിലൊന്നും മൂപ്പർക്ക് നിങ്ങൾ പരിചയമില്ല. തുടക്കത്തിലൊന്നും മൂപ്പര് ആദ്യം ശ്രദ്ധിക്കില്ലായിരുന്നു. മൂപ്പരേതോ ഞാൻ നസീഹത്ത് ചെയ്യുമ്പോൾ മൂപ്പരേതോ പരിഭാഷ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. പിന്നെ മൂപ്പര് കേൾക്കാൻ തുടങ്ങി, പിന്നെ അടുക്കാൻ തുടങ്ങി, പിന്നെ ഉസ്താദായി, പിന്നെ ശിഷ്യന് ഉസ്താദുമായി. ഞാനും അങ്ങനെ മുസ്ദലിഫയിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മയായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ആള് ഭക്ഷണം കൊടുത്തന്ന് ഈ എന്താ പറയാ, കോയിൻ്റെ കുന്ത്രാണ്ട ഓരോ കഷ്ണം ചിക്കൻ്റെ അല്ലപ്പം മറ്റേ ബ്രോസ്റ്റ് പറയാനും കൂടി അറിയില്ല എനിക്ക്. അതുകൊണ്ട് തന്നു. അങ്ങനെ ഓരോ കഷ്ണം നമുക്ക് തന്നു. അപ്പോൾ ഈ ഫസൽ ഗഫൂറിൻ്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണ് താഴേക്ക് മണ്ണിൽ.
എലുമ്പർ മണ്ണല്ലേ, അത് മണ്ണിൽ നിന്ന് എടുത്ത് മൂപ്പര് പൊടി മുഴുവനും തട്ടിക്കളഞ്ഞിട്ട് മാനമായിട്ട് തിന്നു. അടുത്ത് അങ്ങനെ അടിമ, അള്ളാഹു മഅബൂദാണ്, നമ്മൾ അബൂദാണ്, അങ്ങനെ പറഞ്ഞിട്ടല്ലേ പോയത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക. ഒന്ന് ചെല്ലുക എല്ലാവരും കൂടി, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. പറ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. നിങ്ങൾ സ്വന്തം പറ, നമുക്കൊത്തിച്ച് പറയാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. നിങ്ങൾ ഒറ്റക്ക് പറ. ആ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായത്തെ മുൻനിർത്തിക്കൊണ്ടൊരു ഒരു വാക്ക് അള്ളാഹു ചെയ്തു തരുന്നുള്ള പ്രതീക്ഷയിൽ വേറൊന്നുമില്ല. പിന്നെ നമ്മൾ മക്കളെല്ലാം കൂടി ഒരിക്കൽ പോയി ഉംറക്ക്. ഇനി പേരക്കുട്ടികളുടെ ഫസ്റ്റ് ബാച്ച് ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം പോയിരിക്കും. പേരക്കുട്ടികളുടെ ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ച് പിന്നെ ഹിഫ്ള് പൂർത്തിയാക്കിയവർ, അതാണ് ഫസ്റ്റ് ബാച്ച്. അതുകൊണ്ട് സ്പീഡായിട്ട് പൂർത്തിയാക്കിക്കോ. ഫസ്റ്റ് ബാച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ നിയത്ത് ചെയ്ത് വെച്ചതാണ്. അല്ലാഹു അക്ബറാണ് എൻ്റെ സാക്ഷി. അങ്ങനെ നിയത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ തർത്തീബാത്തുകളൊക്കെ മനസ്സിൽ ഇങ്ങനെ സ്വരൂപമായിട്ടുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്തോടെ എല്ലാ സമയത്തും ഇൻഷാ അല്ലാഹ്. കയറി വന്നാൽ റബീഉൽ അവ്വൽ കോളേജിൻ്റെ പഠിക്കുന്ന നിങ്ങളെ മദ്രസൻ്റെ ലീവൊക്കെ എപ്പോഴാണോ ആ ലീവിൻ്റെ സമയം നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് തർത്തീബാക്കാം. അള്ളാഹു ചെയ്തു തരും. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ് മഖാലീദുസ് സമാവാതി വൽ അർദ്. അല്ലേ, എല്ലാം അള്ളാഹിൻ്റെ കയ്യിലാണ് ഇൻഷാ അല്ലാഹ്. ഇതാണ് തൽബിയത്ത്. അങ്ങനെ ഹാജിമാർ മുസ്ദലിഫയിലെത്തും. മുസ്ദലിഫയിലെത്തിയാൽ എന്താണ് ജോലി? 4 ജോലിയാണ് മുസ്ദലിഫയിൽ ചെയ്യാനുള്ളത്. ഒന്ന്, അറഫയിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി മറന്നുപോയതോ വിട്ടുപോയതോ ആയ ദുആ മുസ്ദലിഫയിൽ വെച്ച് ചെയ്യുക. മുസ്ദലിഫ ഞാനത് പറഞ്ഞില്ലല്ലോ, ഞാൻ ഇത് പറഞ്ഞില്ലല്ലോ, എന്ത് കാര്യങ്ങൾ കുറ്റിച്ചൂല് വരെ അള്ളാഹുവിനോട് ചോദിച്ചോളണം. അറഫയിൽ വെച്ച് കാലിനിട്ട് ചെരുപ്പ് പോലും എന്താണോ വേണ്ടത് എല്ലാം ചോദിച്ചോളണം. A to Z, അടുക്കള കാര്യം മുതൽ അങ്ങാടി കാര്യം മുതൽ കംപ്ലീറ്റ് കാര്യം അള്ളാഹിനോട് എടുത്തെടുത്ത് പേരെടുത്ത് ചോദിക്കണം. ഹാജിമാരൊക്കെ എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെന്ന് അള്ളാഹ്ക്കറിയാം. ഞാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കുമായിരുന്നു ഹാജിമാരെ കൊണ്ട്. അത് നല്ല റാഹത്താണ്, മനസ്സിന് സംതൃപ്തിയാണ് ഹാജിമാർക്കൊക്കെ. ഓണപ്പടം പഠിച്ച വാക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വികാരങ്ങളെ അക്ഷരങ്ങളാക്കി അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കലാണ്. മുസ്ദലിഫയിൽ എത്തിയ ചെയ്യേണ്ട ജോലി അതാണ്. കാരണം മുസ്ദലിഫയിൽ എത്തലോട് കൂടിയാണ് അറഫയിലെ ദുആന്റെ ക്ലോസിംഗ് ഉണ്ടാകുക. ആ ഫയൽ ക്ലോസ് ആകലെ മുസ്ദലിഫയിൽ വെച്ചാണ്. അതുവരെ മലക്കൾ അതും കൊണ്ട് നടക്കും. വയ്ക്കുന്നെല്ലാം പറയാം. മുസ്ദലിഫയിൽ എത്തുന്നത് വരെ ബസ് നിന്നൊക്കെ ദുആ ചെയ്തുകൊണ്ടേ പോകും. അതെല്ലാം മലക്കൾ ഒന്നിച്ചുണ്ടാവും. മുസ്ദലിഫയിൽ എത്തിക്കഴിഞ്ഞാലാണ് മുസ്ദലിഫയിലെ ജോലിയും കൂടി പൂർത്തിയാകുമ്പോഴേ ഇത് ക്ലോസ് ആകും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മുസ്ദലിഫയിൽ എത്തിയപ്പോഴൊക്കെ മറ്റേ ചങ്ങായി കാറ്റും വിട്ടിട്ട് ഓടുന്നത് കണ്ടു. മറ്റേ ചങ്ങനെ മനസ്സിലായില്ലേ? മറ്റേ ചെങ്ങനെ മനസ്സിലായ ആരാ സാധാരണ മോമിനിങ്ങളെ മുമ്പൊന്ന് ഓടല്? ഷൈത്താൻ. ആ ചങ്ങായി ബാക്കിൽ നിന്ന് കാറ്റും വിട്ടിട്ട് തലയിൽ മണ്ണും പാരിയിട്ടിട്ട് ഓടുന്നത് കൊണ്ടു. കാരണം ഞാൻ ഈ കൊല്ലം മുഴുവനും മെനക്കെട്ടിട്ട് സകല ജാറത്തിലും കയറ്റി ഇറക്കിയൻ ഇവനെ, സകല ജാറത്തിലും കയറ്റി ഇറക്കി കൊടിയ മുശിരിക്കായിട്ട് ജീവിച്ചവനാ. ഇപ്പൊ ഇവൻ തീരുമാനിച്ചിരിക്കുന്നു, ഇനി ഒരുത്തിയേക്കും ഞാൻ പോലെ, എനിക്ക് എൻ്റെ അള്ള മാത്രം മതിയും. പിന്നെ ഷൈത്താൻ ബേജാറാകണ്ടോ? അറഫയിൽ വെച്ച് തീരുമാനിച്ചിട്ടാണ് വരുന്നത്. മുസ്ദലിഫിൽ ആ തീരുമാനത്തിന്റെ ക്ലോസിംഗ് ആണ്. ആ ഫയൽ ക്ലോസ് ചെയ്യുന്ന അവിടെയാണ്. പിന്നെ എങ്ങനെ അവൻ ഓടകണ്ടെടുക്കുക? ഒന്നാമത്തെ ജോലി അതാണ്. രണ്ടാമത്തെ ജോലി മഗ്രിബും ഇശാവും തഹ്ജീറിന്റെ ജമാക്കി നിസ്കരിക്കുക. അല്ലെങ്കിൽ ഒന്നാമത്തത് മഗ്രിബ് ഇശാവും നിസ്കരിക്കുക, രണ്ടാമത്താണ് ബാക്കി ദുആ, വിട്ടുപോയ ദുആ.
മൂന്നാമത്തെ ജോലി നാളെ മുതൽ എറിയാനുള്ള കല്ല് വറുക്കുക. മുസ്ദലിഫയിൽ വെച്ചാണ് അത് ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ട് പറയുന്നത്? ഞാൻ ചോദിക്കും ഓരോ ദിവസത്തെ ജോലി എനിക്ക് പറഞ്ഞു തരണം നിങ്ങളെല്ലാം. യൂനുസ് മൗലാന, അഹമ്മദ് സാഹിബ്, യാസീൻ മൗലാന, മുഹമ്മദ് ഹസ്രത്ത്, അങ്ങനെ മൗലാനമാരും ഹസ്രത്തുമാരും പടയാണ്. കല്ല് വറക്കണം. എത്ര കല്ല് വറക്കണം? 70 കല്ല് വറക്കണം. 70 കല്ല്. അതായത് നാളെ എറിയാൻ 7 കല്ല്, അതിനപ്പുറത്ത് 3 ദിവസം എറിയാൻ 21 വീതം 63 കല്ല്. 70 കല്ല് വറക്കണം. അത് മുസ്ദലിഫിന്നാണ് വറക്കേണ്ടത്. ചെറിയ കല്ല്, കടലക്കന്നത്രയുള്ള കല്ല്. അത് റെഡിയാക്കി കഴിഞ്ഞ ശേഷം പിന്നെ 4ാമത്തെ ജോലി എന്താ? 3 ജോലി പറഞ്ഞില്ല ഞാൻ. 4ാമത്തെ ജോലി സുഖമായി ഉറങ്ങുക. ഏതുറങ്ങാത്തവനും ആ സമയത്ത് ഉറങ്ങും. വിരിപ്പും വേണ്ട, തലയാണിയും വേണ്ട, കിടക്കയും വേണ്ട, കട്ടിലും വേണ്ട, ഒന്നും വേണ്ട. ആ പൊടിയിൽ, ആ മണ്ണിൽ, ആ റോട്ടിൽ, ആ കല്ല്, ആ പിന്നെ പിന്നെ ജില്ലി ഈ കരിങ്കല്ലിൻ്റെ ജില്ലി വിതച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കിടന്നിട്ട് അവിടെ ഉറങ്ങും. ഒരു ഉറക്കാണ്. അതൊരു അത്ഭുതപ്പെട്ട ഉറക്കമാണ്. 1000 റുപ്യക്ക് ഗുളിക വാങ്ങി തിന്നിട്ട് ഉറങ്ങുന്നവനും അവിടെ ഒരു ഗുളികയും ഇല്ലാണ്ട് ഉറങ്ങും. സുഖമായ ഉറക്കം. അൽ മബീത്തു ബി മുസ്ദലിഫ. മുസ്ദലിഫയിൽ ഉറങ്ങുക. സുബി വരെ ഒരേ ഉറക്ക്. ഏതാണ്ട് തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് അടുത്ത ബാത്റൂം എന്ന് വെച്ചാൽ ഒരു ബാത്റൂമിൻ്റെ എങ്കിലും ചുരുങ്ങിയത് 200 ആളിലും ക്യൂ ഉണ്ടാവും. 200 ആൾ. അതിനകത്ത് സൗകര്യത്തിൻ്റെ കഥ പറഞ്ഞേ. നമ്മൾ പറഞ്ഞില്ലേ 100%, 50%, 25, 10, പിന്നെ 5, പിന്നെ 0 ആയത്. മുസ്ദലിഫയിൽ അങ്ങനെയാണ്. അതൊരു സംഭവം തന്നെയാണ്. അതിനാണ് ഹജ്ജിന് പോകേണ്ടത്. ഹജ്ജിന് അതിനാ പോകേണ്ടത്. സുഖിച്ചിട്ട് വരാനല്ല ഹജ്ജ്. ഹജ്ജ് ഇങ്ങനെ അങ്ങനെ എണീച്ച് 2 റക്അത്ത് നിസ്കരിച്ച് തഹജ്ജുദ് യാത്രയിൽ അല്പം നിസ്കരിക്കാം. തഹജ്ജുദിന് കഴിയില്ല. തഹജ്ജുദും സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്തും ഏത് നാട്ടിൽ എളുപ്പമായാലും നിസ്കരിക്കാം. സുബഹി വരെ കാത്തിരിക്കുക. ഹജ്ജിമാരെന്ത് ചെയ്യും? മെല്ലെ നടക്കാൻ തുടങ്ങും. ഏതാണ്ട് മഷ്അറുൽ ഹറാമിൻ്റെ പള്ളി വരെ. മുസ്ദലിഫയിലെ പള്ളിക്കാണ് മഷ്അറുൽ ഹറാം എന്ന് പറയുന്നത്. അവിടം വരെ സുബഹി കൊടുത്ത ഉടനെ നിസ്കരിക്കും. നിസ്കരിച്ച ഉടനെ തന്നെ നിസ്കരിക്കലോടുകൂടി ഫജ്റോടുകൂടി മുസ്ദലിഫയിലെ ജോലി തീർന്നു. ഫജ്റോടുകൂടി മുസ്ദലിഫയിലെ ജോലി തീർന്നു. അടുത്തത് മിനയിലേക്കുള്ള മടക്കയാത്രയാണ്. ഇനി മടക്കമാണ്. ജോലി തീർന്നു. ഇനി മടങ്ങിപ്പോക്കാം. മിനയിലേക്ക് മടങ്ങി വരും. നമ്മൾ 8ൻ്റെ അന്ന് താമസിച്ച റൂമില്ലേ, ആ റൂമിൽ വരും. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ, ലജ്ജ 10ൻ്റെ അന്ന് രാവിലെ, അത് വെച്ചാൽ നാളെ രാവിലെ. എന്നിട്ട് സുബഹി വരെ ഇന്ന് മുസ്ദലിഫയിലുണ്ടാവും. നാളെ രാവിലെ അവിടുന്ന് പുറപ്പെടും ഹാജിമാർ. നാളെ വെള്ളിയാഴ്ചയും കൂടിയാണ്. ഹാജിമാർക്ക് ജുമായൊന്നുമില്ല. മുസ്ദലിഫയിൽ നിന്ന് എല്ലാവരും കൂട്ടം വഴി 18 ലക്ഷം ജനങ്ങളും കൂട്ടമായി നടക്കുന്നവർ വേറെ, വാഹനത്തിൽ പോകുന്നത് നടക്കുന്നവരാ കൂടുതലുണ്ടാകുക. അത് എളുപ്പം. വേറൊരു കാര്യം, ഈ പിന്നെ അറഫയിൽ നിന്നൊക്കെ മിനായിലേക്ക് മുസ്ദലിഫയിലേക്ക് വണ്ടിക്കാൻ വരുന്നുണ്ടെങ്കിൽ ചുരുങ്ങി 8 മണിക്കൂർ 6 മണിക്കൂറിലും പിടിക്കും. നടന്നിട്ടാ വരുന്നത് 3/4 മണിക്കൂറോളം എടുത്തു. അങ്ങനെയാണ്. അതാണ് അടുത്ത എളുപ്പം നടക്കാൻ. അതുകൊണ്ട് ആരോഗ്യമുള്ള ഹജ്ജിന് പോകാൻ വേണ്ടി പറയുന്നത്. അത് നടക്കാൻ കഴിയാത്ത കളവന്മാരെ എടുത്ത മക്കളെല്ലാം കൂടി കയറ്റി വിടും. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മിനായിലെത്തി, തമ്പിലെത്തി. മാഷാ അല്ലാ, എല്ലാം ചായയോ വെള്ളമോ ഒന്ന് കഞ്ഞിയോ എന്തോ എല്ലാം കുടിച്ച് വിശ്രമിച്ച് ഒന്നുറങ്ങി. എന്നിട്ട് 10ൻ്റെ 4 ജോലിയാണ്. വില്ലേജ് 10ൻ്റെ 4 ജോലിയാണ്. 2 ജോലി അന്ന് തന്നെ തീർക്കാം. 2 ജോലി, അതെ 3 ജോലി അന്ന് തന്നെ തീർക്കാം. 1 ജോലി പിന്നത്തേക്ക് വെക്കാം. 3 ജോലി അന്ന് തീർക്കണം. 4ാമത്തെ ജോലി പിറ്റേത്തേക്കോ വെക്കാം. 4 ജോലിയാണ്. അതിൽ 1ാമത്തെ ജോലി ജംറത്തുൽ അഖബയിൽ 7 കല്ലെറിയുക. എത്ര ജംറയുള്ളതാകെ? 3 ജംറയുള്ളത്. ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ. 10ൻ്റെ എറിയേണ്ടത് അഖബയിലാണ്, 3ാമത്തേൽ. അതായത് മിനയിൽ നിന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ 3ാമത്തത്. ആദ്യത്തത് ഊല, 2ാമത്തെ കാലി. എല്ലാം കാലിയായിരിക്കും. തെറ്റിയിട്ടൊന്നും എറിഞ്ഞു പോകില്ല ആരും. എന്നാലും ഉണ്ട് പൊട്ടിപ്പൊട്ടന്മാർ ചില ആൾ തെറ്റിയിട്ട് എറിയുന്നത്. കാലിയായിട്ട് കാണുമ്പോൾ എറിയല് അങ്ങനെയല്ലേ, ഒഴിഞ്ഞ പിടി കയറല്.
ജംറത്തുൽ അഖബയിൽ 7 കല്ല്, ഒരു ജോലി പൂർത്തിയായി. ജംറത്ത് ആ 70 കല്ലില്ലേ, അതിന് 7 കല്ലെടുത്തിട്ടാണ് പോകേണ്ടത്, ബാക്കി ബാഗിൽ വെച്ചാണ്. ഒരു ജോലി പൂർത്തിയായി. രണ്ടാമത്തെ ജോലി അറവാണ്. അറവ്, പലതരത്തിലുള്ള അറവുകളുണ്ട്. ഹാജിമാരെ സംബന്ധിച്ചോളം നേരത്തെ തന്നെ അറിവിന് ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. അതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ല. നേരത്തെ തന്നെ ഈ ടോക്കണൊക്കെ എടുത്തിട്ടും ഗവൺമെൻറ് ചെയ്ത സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് ഉത്തരവാദിത്തത്തോടെ നിർവഹിച്ചോളും ഇൻഷാ അല്ലാഹ്. അപ്പോൾ രണ്ടാമത്തെ ജോലിയും തീർന്നു. മൂന്നാമത്തെ ജോലി മുടി കളഞ്ഞിട്ട് തഹല്ലുലാവല, മുടി കളയുക. അടുത്ത് തന്നെ അറിയുന്നത് തന്നെ 100 കണക്കിന് ബാർബർ ഷാപ്പുണ്ട്. അവിടെ പോയിട്ട് മുടി നേരത്തെ പറഞ്ഞ പോലെ മുടി ആവശ്യപ്പെടുന്നത് 2 പ്രാവശ്യമാണ്. ഒന്ന് ജനിച്ച ഉടനെ ഉള്ള മുടി, പിന്നെ ഒന്ന് ഹജ്ജും ഉംറയും ചെയ്താലുള്ള മുടി. എന്നാലും ഹാജിമാരെന്താ ചെയ്യുക? അണ്ണാച്ചി പറഞ്ഞതുപോലെയാണ് ചെയ്യുക. 2 രോമം മുറിച്ചിട്ട് പറയും ഇതാ അണ്ണാച്ചിൻ്റെ ഭാഷ. നമ്മളെൻ്റെ ഭാഷയിൽ എന്താ പറയുക രോമത്തിന്? ഇപ്പം പറയാൻ പറ്റൂല. ഒരു 3 രോമം മുറിച്ചിട്ട് അള്ളാഹ്ക്ക് വേണമെങ്കിൽ പിടിച്ചോ വന്നു. ഇതിനാണ് അള്ളാഹിനെ കളിയാക്കുന്നത്, ഇതിനാണ് അള്ളാഹിനെ പരിഹസിക്കുന്നത്. അള്ളാഹു എനിക്ക് മുടിയല്ലേ വേണ്ടുള്ളൂ, എന്നെ തന്നെ ചോദിച്ചില്ലല്ലോ. ഇബ്രാഹിം നബിനോട് നീ ചോദിച്ചത് മോനെ വേണമെന്നോ? നീ എന്നോട് ചോദിച്ചത് മുടി വേണം അല്ലേ? അള്ളാഹു ഇബ്രാഹിം നബിനോട് ചോദിച്ചത് എന്താ? മോനെ തന്നെ വേണമെന്നല്ലേ? ഇബ്രാഹിം നബി തയ്യാറായി. നമ്മളോട് നിന്റെ മുടി കളഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ തയ്യാറല്ല. പിന്നെ എന്താ അജി, എന്താ അജുമ്മ? മൂന്നാമത്തെ ജോലി പൂർത്തിയായി. 4മത്തെ ജോലി മക്ക ഷരീഫിൽ ചെന്ന്, ഹറം ഷരീഫിൽ ചെന്ന്, മക്ക ഷരീഫിൽ കഅബാലയത്തിൽ ചെന്ന് തവാഫും സയ്യും ചെയ്യുക. ഹജ്ജിൻ്റെ ഫർലായ തവാഫും സയ്യും. അതാണ് ഞാൻ പറഞ്ഞത് 4മത്തെ ജോലി. എവിടെ പോകും സാഹിബേ? പിന്നെ 4മത്തെ ജോലി അത് അന്ന് ഈ മുടിയും കളഞ്ഞ് അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് പോയി തവാഫും സയ്യും ചെയ്തിട്ട് വരുമ്പോൾ മുടിയും കളഞ്ഞിട്ട് വരാം. മുടി കളഞ്ഞാൽ എന്താ ഇനി പ്രത്യേകത? ഇനി ഡ്രസ്സെല്ലാം മാറ്റാം, കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റി സുഗന്ധമെല്ലാം പൂശാം. തവാഫ് 1ാം തഹല്ലുൽ, തഹല്ലുൽ അവ്വൽ തന്നെ പറയാം. 1ാം തഹല്ലുൽ. 1ാം തഹല്ലുലോട് എല്ലാം ഹലാലായി. ഇല്ലൽ മർഅ, പെണ്ണുങ്ങൾ ഒഴികെ, ഭാര്യ ഒഴികെ, ബാക്കി എല്ലാം ഹലാലായി. ഇനി അന്ന് തന്നെ പോകാൻ, അന്ന് തന്നെ കുത്തനെ നടന്നാൽ മതി. ആരോഗ്യമുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടില്ല, കുത്തനെ നടക്കാം. പറ്റും. തവാഫും സയ്യും ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലത്തെ തവാഫ്, നേരത്തെ പറഞ്ഞ പോലത്തെ സൈ. അതോടുകൂടി ഹജ്ജിൻ്റെ അമാലുകൾ പൂർത്തിയായി, ഫർലായ അമലുകൾ പൂർത്തിയായി. 10ൻ്റെ ജോലി. ഇനി അടുത്ത ജോലി 11, 12, 13. 11ൻ്റെ ജോലി എന്താണ്? രാത്രി ഒരു ജോലി, പകൽ വേറൊരു ജോലി. പകലത്തെ ജോലി എന്താ? 7 കല്ല് 3 ജംറയിൽ എറിയുക. പകലത്തെ ജോലി തീർന്നു. 7 കല്ല് 1ാം ജംറയിൽ, 7 കല്ല് 2ാം ജംറയിൽ, 7 കല്ല് അഖബ ജംറയിൽ. പകലത്തെ ജോലി തീർന്നു 11ൻ്റെ. അടുത്ത ജോലി വരുന്ന രാത്രി. ആ രാത്രി ഏതായിരിക്കും? 12ൻ്റെ രാത്രി അല്ലേ? 12ൻ്റെ രാത്രി. ആ രാത്രി മിനയിൽ താമസിക്കുക, വേറൊരു ജോലിയില്ല. അൽ മബീത്തു ബിമിന, മിനയിൽ താമസിക്കുക. മുഅ്ലമുല്ലയിലായാലും മതി, 2-3 മണിക്കൂറായാലും കുഴപ്പമില്ല. മുഅ്ലമുല്ലയിൽ അല്ലേ? രാത്രിത്തെ ജോലിയും തീർന്നു. നിങ്ങൾ 1000 ക്ലാസ് നോക്കിയിട്ട് തോളത്തിൽ കിടന്നുറങ്ങി. നേരം വെക്കുമ്പോഴേക്കും എന്തായി? 12ൻ്റെ പകലായി അല്ലേ? എന്താ ജോലി? പകല വീണ്ടും 3 കല്ലെറിയുക, 3 സ്ഥലത്ത് കല്ലെറിയുക. പകലത്തെ ജോലി തീർന്നു. രാത്രി മിനയിൽ കിടന്നുറങ്ങുക, രാത്രിത്തെ ജോലിയും തീർന്നു. പിറ്റേ നേരം വെക്കുമ്പോൾ എത്രയായി? 13ആയി. 13 ജോലി എന്താ? പകല് കല്ലെറിയുക, ഇനി രാത്രി താമസിക്കലില്ല. അസറോടുകൂടി സ്ഥലം കാര്യമാക്കുക. അസറോടുകൂടി സ്ഥലം കാര്യമാക്കുക. അജീസിലേക്ക് വരിക, നല്ല കുളിച്ച് വൃത്തിയാക്കി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല ചാപ്പാടൊക്കെ അടിച്ച് നല്ല റാഹത്താക്കി അവിടെ താമസിക്കുക. ഇടയ്ക്കിടയ്ക്ക് നിസ്കരിക്കുക. സമയമാവുമ്പോൾ പിന്നെ വിദായിൻ്റെ തവാഫിന് വേണ്ടി വരിക. യാത്രക്ക് വേണ്ടി വിവരം തരും. വിദായിൻ്റെ തവാഫ്, യാത്ര പറയുന്ന തവാഫ്, ലാസ്റ്റ് തവാഫ്. ആ തവാഫും ചെയ്ത് അള്ളാഹുവിൻ്റെ കഅബാലയത്തിൻ്റെ നേരെ തിരിഞ്ഞു നിന്ന്, അല്ലാഹ് ഞാൻ പോവുകയാണ്, എനിക്ക് ഇനിയും വരണം, നീ അവസരം ഉണ്ടാക്കി തരണം, എന്നെല്ലാം കബൂലാക്കണം, അല്ലാഹ്. ഒരു വല്ലാത്തൊരു രംഗമാണ് അത്, വല്ലാത്ത രംഗമാണ്. ഹജ്ജ് പൂർത്തിയായി ഇൻഷാ അല്ലാഹ്. നമ്മളെ ഹാജിമാരിപ്പോൾ ഇന്ന് അറഫയിലുണ്ട്. ഇപ്പം മുസലിഫിലേക്ക് പോകാനുള്ള ഒരുക്കമായിരിക്കും ഇപ്പോൾ ഉണ്ടാകുക. കുറേ ആൾക്കാർക്ക് റോഡ് ഒക്കെ കയറി നിന്നിട്ടുണ്ടാവും, ബസ്സൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. മുത്തവഫീൻ്റെ നമ്പർ വിട്ടിട്ട് ഭയങ്കര തള്ളായിരിക്കും, ഓരോരുത്തർക്കും ധൃതിയായിരിക്കും. അങ്ങനെ വെമ്പേ പോകും. അങ്ങനെ ഒരു ബേജാറ് തന്നെയാണ്. പിന്നെ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും അല്ലാഹു തആല അറഫയിൽ വെച്ച് തരില്ല. ഭക്ഷണം എന്നെല്ലാം പറഞ്ഞാൽ അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. കണ്ടെയ്നർ ഭക്ഷണങ്ങളാണ് വരിക. നമ്മൾ സിമെൻറ്റ് കോരുന്ന കലപ്പയില്ലേ, കോൺക്രീറ്റ് കോരുന്നത്, അതിനെ കൊണ്ടാണ് ചോറ് കോരി കൊടുക്കുക. കണ്ടെയ്നർ ഇങ്ങനെ വന്നിട്ടുണ്ടാവും, ചോറിൻ്റെ കണ്ടെയ്നർ, ബിരിയാണിൻ്റെ കണ്ടെയ്നർ റോട്ടുമ്പിൽ.
അത് നമ്മൾ പോയിക്കോളുക, വലിയ പത്രം വലിയ ഇതെടുത്തിട്ട് പോയിക്കോളുക, ഒരു ടക്ക കോരിയിട്ടിട്ട് വരും. തിന്നാലും തരും. പിന്നെ ജ്യൂസ് വേറെ, തൈര് വേറെ, ഒന്നും പറയണ്ട. അല്ലാഹുവേ നീ എല്ലാവർക്കും വാരി കോരി കൊടുക്കണേ അല്ലാ, കണക്ക് നോക്കാതെ കൊടുക്കണേ അല്ലാ. ആ ചെലവാക്കുന്നതിനെല്ലാം നാളെ ആഖിറത്തിൽ ഒന്നും ഒരു പോറൽ വേൽക്കാതെ നീ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യണേ അല്ലാഹുവേ. ഹഖത്തിലേക്ക് കുടിക്കുന്ന വെള്ളം ഇങ്ങനെ ഈ വലിയ വലിയ കമ്പനികളുടെ ഇത് വരും, കണ്ടെയ്നറുകൾ 25,000 റിയാല് 16 റിയാലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വണ്ടി വന്നിട്ട് റോഡിൽ നിൽക്കുന്നുണ്ടാവും അവർ. അപ്പോൾ അതിൽ അറബി വരും, കം 25,000 റിയാൽ കൊടുക്ക്, 25,000 റിയാൽ കൊടുത്തോളാൻ വേണ്ടി പറയും. നിങ്ങൾ എന്താ അറബികളെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്? അള്ളാഹുവേ നീ വാരിക്കൊരി കൊടുക്കണേ അള്ളാഹു കബൂലാക്കണേ അള്ളാഹ്. അതൊരു കഥയ സംഭവം, ലോകത്തൊരിടത്തും നടക്കാത്ത സംഭവം, ആരെക്കൊണ്ടും പറ്റാത്ത, ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയാലും ശരി നടക്കാത്ത സംഭവം, അള്ളാഹുവിൻ്റെ പ്രത്യേക കുദറത്ത് കൊണ്ട് മാത്രം നടക്കുന്ന സംഭവമാണ് ഹജ്ജിൻ്റെ അമാൽ. അതോടുകൂടി ഹജ്ജ് പൂർത്തിയാകും. ഞാൻ പറഞ്ഞു വന്നത് മാഷാ അല്ലാഹ്, നമ്മൾ അങ്ങനെ എത്തിയല്ലേ, എവിടെ എത്തിയെന്ന് ഇപ്പം എവിടെയുള്ള എന്നുള്ള ഓർമ്മയില്ല. ഇപ്പം എല്ലാവരും ഇപ്പം അറഫയിലും മുസലിഫയിലാണ്. സാധാരണ അങ്ങനെയാണ് ഹാജിമാർ പറയുന്നത്, ഉസ്താദെ ഹജ്ജ് ചെയ്ത പോലെ ഇപ്പം എല്ലാം അങ്ങനെയുള്ളത്. ഇപ്പം മാഷാ അല്ലാഹ്, അല്ലാഹു തആല ഇന്നത്തെ ദിവസം, ഈ വ്യാഴാഴ്ച ദിവസം നമ്മുടെ ഈ ജൗഹറുൽ ഹുദ സെൻറ്ററിൽ കൂടി നമുക്കിങ്ങനെ പറയാനൊരു അവസരം എല്ലാം ഉണ്ടാക്കി തന്നു. പക്ഷേ അല്ലാഹ് റൈസ ഇതെല്ലാം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം കേട്ടോ. എന്തായാലും പെട്ടെന്ന് ഇന്ന് തന്നെ എത്തിച്ച ബാക്കി ഹാജിമാർക്കെല്ലാം കിട്ടിക്കോളൂ. നാളെ മുതലുള്ള ജോലികൾ അല്ലാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മർക്കസിനെ അല്ലാഹു ഒരു ലോക മർക്കസാക്കി കബൂലാക്കട്ടെ. നമ്മൾ ഈ ഉപ്പയും മക്കളും മതി, ലോക മർക്കസാക്കാൻ അല്ലാഹു കുറേ ആൾ വേണമെന്നുണ്ടോ? ഉപ്പയും മക്കളും മാത്രം പോലെ. أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.